അർദ്ധരാത്രി പോലീസ് നാടകീയമായി പിടികൂടിയ കാപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലറുമായ ആർ സുഗതനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും സുഗതനെതിരെ പുതിയ കേസെടുത്തു. പോലീസ് വീട്ടിൽ കയറി തന്നെയും മക്കളെയും മർദ്ദിച്ചെന്ന് സുഗതന്റെ ഭാര്യ അശ്വതി ആരോപിച്ചു. എന്റെ വീട്ടുകാർ കാപ്പ ചുമത്തി ജില്ലാ കളക്ടർ കരുതൽ തടങ്കലിലിടാൻ നിർദ്ദേശിച്ച ആളാണ് വാഴൂട്ടുകോണം കൌൺസിലർ ആർ സുഗതൻ. ഒളിവിൽ കഴിഞ്ഞിരുന്ന സുഗതനെ പിടികൂടാൻ ഇന്നലെ രാത്രി പോലീസ് വീട്ടിലെത്തിയപ്പോഴാണ് നാടകീയ രംഗങ്ങൾ. BJP പ്രവർത്തകർ പോലീസിനെ വളഞ്ഞതോടെ SHO ആകാശത്തേക്ക് നിറയൊഴിക്കുകയായിരുന്നു. പോലീസ് മർദ്ദിച്ചുവെന്ന് സുഗതൻ. ജനങ്ങളിലൊപ്പം ഞാൻ ഉണ്ടാവും, മരണം വരെ ഉണ്ടാവും. എന്നെ ജയിപ്പിച്ചത് എന്റെ ജനങ്ങളാണ്. വാഴത്തോളം ജനങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാവും. യവന്മാർക്ക് ഈ ഒളിവ് കിടക്കുന്ന ചിക്കൻ ബോസ് എന്റെ വീട്ടിൽ കിടന്ന് എന്നെ ജനപ്രതിനിധിയായിട്ട് മത്സരം ജയിച്ചവരാണ്. എന്നെയാണ് അവർ കാപ്പ കേസിൽ പ്രതിയാക്കിയത്. മീഡിയയുടെ മുമ്പിൽ പറയണത്. വീട്ടിൽ കയറി അറസ്റ്റ്, എന്റെ ഭാര്യയെ എന്റെ മൈനായിട്ട് കൊച്ചിനെ ചൗക്കുറ്റി അടിച്ചിട്ട് ഇവർ വെടിവെച്ചിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. ഇത്രയും പ്രതികൾ ഇവിടെ കാപ്പ കേസിൽ എത്ര പ്രതികൾ അറസ്റ്റ് കിടക്കുമ്പോഴും ഇവർ ഓരോ കേസിൽ അടിയില്ല. പോലീസ് വീട്ടിൽ കയറി തന്നെയും മക്കളെയും മർദ്ദിച്ചെന്ന് സുഗതന്റെ ഭാര്യ അശ്വതിയുടെ ആരോപണം. കയറി വരുമായിരുന്നു. എനിക്ക് എൻ്റെ 14 വയസ്സും 8 വയസ്സുമായ മക്കളുടെ മുമ്പിൽ വെച്ച് തള്ളി കയറിയിട്ട് വന്നിട്ട് ഉപദ്രവിക്കുമായിരുന്നു. വീട്ടിൻ്റെ അകത്ത് കയറി ഉപദ്രവിക്കുമായിരുന്നു. എൻ്റെ താലിമാല വലിച്ചു പൊട്ടിച്ച് കൊണ്ടുപോയി. അവർ തിരികെ തന്നിട്ടില്ല സാധനം. എൻ്റെ ഇവിടെ അടിച്ചു, ചവിട്ടി, മുതുകിൽ ചവിട്ടിയ പാടുകളുണ്ട്. പിന്നെ അവർ പിള്ളേരെ പേടിപ്പിക്കുന്ന രീതിയിൽ മുകളിലോട്ട് വെടിവെച്ചിട്ടാണ് ആക്രോശിച്ചുകൊണ്ട് കയറി വരുമായിരുന്നു. സുഗതനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കാപ്പ കേസ് പ്രതിയായതിനാലാണ് വിചാരണയില്ലാതെ ജയിലിലേക്ക് മാറ്റിയത്. ഇതാദ്യമായാണ് കാപ്പ കേസിൽ ഒരു കൌൺസിലർ ജയിലിൽ പോകുന്നത്. സംഘർഷാവസ്ഥ നിലനിന്നതുകൊണ്ടാണ് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നതെന്നാണ് പോലീസിന്റെ വിശദീകരണം. പ്രതിയെ പിടിക്കാൻ പോയ സ്ഥലത്തിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വട്ടിയൂർക്കാവ് ഇൻസ്പെക്ടർ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് എയറിൽ ഒരു റൗണ്ട് ഫയർ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് വരുമ്പോൾ. സംഘർഷത്തിന് പിന്നാലെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ആക്രമിച്ചതിനും സുഗതനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 10ലധികം ക്രിമിനൽ കേസുകളുള്ള സുഗതനെതിരെ പോലീസ് കാപ്പ് ചുമത്തുകയും ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്തതോടെയാണ് അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.